പ്രമേഹ രോഗികൾക്ക് ഈന്തപ്പഴം കഴിക്കാവോ? ഇത് പല ഡയബറ്റിക് പേഷ്യൻസും ചോദിക്കാറുണ്ട്. കാരണം ഈന്തപ്പഴം മധുരമല്ലേ, അത് കഴിക്കാവോ എന്ന്. നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ പ്രിയ, Q1B ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. ഈന്തപ്പഴം എന്ന് പറയുന്ന ഒരു വലിയ ഊർജ്ജ സ്രോതസ്സാണ്. ഇതിൽ അധികമായിട്ട് കാർബും മധുരവും ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ പല പ്രമേഹ രോഗികളും ചോദിക്കാറുള്ള ഡൗട്ടാണ് ഇത് കഴിക്കാവോ, അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടുമോ എന്നുള്ളത്. നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ഈ ഒരു പ്രമേഹ രോഗികളുടെ ഭക്ഷണ നിയന്ത്രണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും അധികം സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നുള്ളത്. അതായത് നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് അല്ലെങ്കിൽ എത്ര സ്പീഡിലാണ് ആ ഒരു ഷുഗറിൻ്റെ ലെവൽ നമ്മുടെ രക്തത്തിൽ കൂടുക എന്നുള്ളത്. നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ഭക്ഷണത്തെ തരംതിരിച്ചതിന് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ മീഡിയം ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതുപോലെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ്. അപ്പോൾ നമ്മൾ പൊതുവേ പ്രമേഹ രോഗികളോട് പറയാറുണ്ട്, നിങ്ങൾ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാനാണ് പറയാറ്. അപ്പോൾ ഈ ഒരു ഈന്തപ്പഴത്തിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഇതിൽ ആണെങ്കിൽ പല വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഈന്തപ്പഴം തന്നെ പല പേരിൽ അല്ലെങ്കിൽ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് പൊതുവേ ഓരോ തരത്തിലും വ്യത്യസ്തപ്പെട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിലും ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് ഈന്തപ്പഴത്തിന് ജനറലായിട്ട് പറയുന്ന സമയത്ത് അതൊരു ലോ ടു മീഡിയം ലെവലിലാണ്. ഒരു 40 മുതൽ 70 ഇടയിലാണ് കൂടുതലായിട്ടും ഈന്തപ്പഴത്തിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതിൽ മധുരമുള്ളതുകൊണ്ട് നമ്മളൊന്ന് പേടിക്കാമെങ്കിലും, പക്ഷേ പല പ്രമേഹ രോഗികൾക്ക് നമുക്കറിയാം, പൊതുവേ പ്രമേഹമുള്ള ആൾക്കാരുടെ ഒരു ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മധുരത്തിനോടൊരു താല്പര്യം ഉണ്ടാവും. ഈ ഈന്തപ്പഴത്തിൽ മധുരം ആയതുകൊണ്ട് അവർ ഈന്തപ്പഴം കഴിക്കില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ലഡു ജിലേബി ഒക്കെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് കഴിക്കും. അതൊരു ലഡു അല്ലേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു ജിലേബി അല്ലേ കഴിക്കുള്ളൂ, അത് വല്ലപ്പോഴും അല്ലേ കഴിക്കുള്ളൂ, അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. അല്ലെങ്കിൽ തന്നെ പല പ്രമേഹ രോഗികളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഡയറ്റ് എടുത്ത് കഴിഞ്ഞാൽ 3 നേരം അവർ കഴിക്കുന്നതും അരി ഭക്ഷണം തന്നെയായിരിക്കും. അത് കൂടുതലും വെള്ള അരിയൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ആൾക്കാർക്ക് ആകെയുള്ളൊരു സംശയം, നമ്മൾ എന്തെങ്കിലും ഒരു ന്യൂട്രീഷണൽ വാല്യൂ ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറയുമ്പോൾ നട്ട്സോ സീഡ്സോ പറയുമ്പോൾ അവർക്ക് ഡൗട്ടാണ്, ഈന്തപ്പഴത്തിലെ മധുരം പറ്റുമോ, ഈന്തപ്പഴത്തിലെ മധുരം ഷുഗർ കൂട്ടില്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എപ്പോഴും എല്ലാ തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. അപ്പോൾ ഈ പ്രമേഹ രോഗികളുടെ കേസ് എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ കൺട്രോളബിൾ ആയിട്ടുള്ള ഒരാളാണ്. അതായത് നിങ്ങൾ അന്നജം കഴിക്കുന്നതിൻ്റെ അളവ് കുറവാണ്, മധുരം തീരെ കഴിക്കുന്നില്ല, ഇതൊക്കെ കൺട്രോളബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഹെൽത്തി ആയിട്ട് ഒരു ഡയബറ്റിക് പേഷ്യൻസിൻ്റെ അതേ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് 2 3 ഈന്തപ്പഴം കഴിച്ചു എന്നോർത്ത് നിങ്ങൾക്ക് ഷുഗർ കൂടില്ല. നമ്മൾ ഒരു ഭക്ഷണം, ഇപ്പോൾ ചോറോ അല്ലെങ്കിൽ ഒരു നേരം അരിഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഈന്തപ്പഴം കഴിക്കാതിരുന്നാൽ മതി. ഒരു നേരത്തെ മീലായിട്ട് ഈന്തപ്പഴത്തിനെ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ലഞ്ചിന് ഇടയിൽ നിങ്ങൾക്ക് വിശക്കും. അത് നോർമലി അങ്ങനെയാണ്. ആ ഒരു ടൈമിൽ ആ ഒരു ഗ്ലൂക്കോസിൻ്റെ വേരിയേഷൻ, ഇൻസുലിൻ വേരിയേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 11 മണി സമയത്തൊക്കെ നിങ്ങൾക്ക് വിശക്കുമെങ്കിൽ ആ ഒരു ടൈമിൽ 2 ഈന്തപ്പഴം കഴിക്കുന്നതിൽ തെറ്റില്ല. കാരണം നമുക്ക് ഈന്തപ്പഴം ഉള്ളത് ഒരു നാച്ചുറൽ ഷുഗറാണ്, അല്ലെങ്കിൽ നാച്ചുറൽ സ്വീറ്റ്നറാണ്. പഞ്ചസാര അല്ലെങ്കിൽ ബാക്കിയുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുള്ള ആൾക്കാർക്ക് ഒരു 2 ഈന്തപ്പഴം കഴിച്ചു എന്നോർത്ത് ഷുഗർ ലെവൽ കൂടില്ല. അതോടൊപ്പം തന്നെ ഈന്തപ്പഴത്തിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഒരു 100 ഗ്രാം ഈന്തപ്പഴം എടുത്താൽ അതിലുള്ളത് 8 ഗ്രാമും ഫൈബറാണ്. അപ്പോൾ ഇത്രയും അധികം ഫൈബർ ഉള്ളതുകൊണ്ട് ഫൈബറിൻ്റെതായ ഒരുപാട് ഫങ്ഷൻസ് ശരീരത്തിൽ ചെയ്യും. പ്രമേഹ രോഗികൾക്ക് പ്രധാനമായിട്ടും നമ്മൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ തന്നെ ഈ ഷുഗർ ലെവൽ സ്പൈക്ക് ചെയ്യുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ചില ആൾക്കാർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഷുഗർ കൂടും, അതുപോലെ പെട്ടെന്ന് ഷുഗർ താഴും. ഈ ഒരു ലെവലിൽ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വേരിയേഷൻസ് കാണിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഷുഗർ ലെവൽ ഒന്ന് സ്പൈക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഇൻക്ലൂഡ് ചെയ്യാം. ഒരു പരിധി വരെ നമുക്ക് വിശപ്പ് കൺട്രോൾ ആവും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് വരെ ആകുമ്പോൾ നല്ല രീതിയിൽ വിശക്കും. അപ്പോൾ ആ ഉച്ചയൂണിൻ്റെ സമയം നല്ല രീതിയിൽ വിശക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഇടയിൽ ഉണ്ടാകുന്ന വിശപ്പ് ഒന്ന് കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് 2 ഡേറ്റ്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് നമുക്കൊരു പരിധി ഫൈബർ ഉള്ളതുകൊണ്ട് വിശപ്പ് കൺട്രോളാക്കും, നമ്മുടെ ദഹനം കറക്റ്റാക്കും. പ്രമേഹ രോഗികൾക്ക് ഈ മലശോധന വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ടാകും. കാരണം അവർക്ക് നാഡികളൊക്കെ കുറച്ച് വീക്കായിട്ടുള്ളത് കൊണ്ട് തന്നെ നാഡികളുടെ പ്രവർത്തനം കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആമാശയത്തിലുണ്ടാകുന്ന മസിൽസിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കുടലിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് കുറയും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർക്ക് മലബന്ധം പോലെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഈന്തപ്പഴം കഴിക്കുമ്പോൾ നമുക്ക് ഫൈബർ കിട്ടുന്നുണ്ട്. അതുവഴി നമുക്കൊരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഓവർകം ചെയ്യാം. ഇനിയിപ്പം ഇതല്ലാതെ തന്നെ ഇപ്പം ഡയബറ്റിക് പേഷ്യൻസിൻ്റെ കേസിൽ നമ്മൾ പല ആൾക്കാരും രാത്രിയത്തെ അത്താഴമൊക്കെ മാറ്റി ഇപ്പോൾ ഹെൽത്തി ആയിട്ട് സ്മൂത്തിയോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കാറുണ്ട്. ഓട്സും റോബസ്റ്റ പോലെയുള്ള പഴമൊക്കെ ഇട്ടടിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു മധുരത്തിൻ്റെ ടേസ്റ്റ് വേണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പഞ്ചസാരയോ തേനോ ഒന്നും ചേർക്കാതെ അതിന് പകരമായിട്ട് ഒരു നാച്ചുറൽ സ്വീറ്റ്നറായിട്ട് ഈന്തപ്പഴം ആഡ് ചെയ്യാം. 1 2 ഈന്തപ്പഴം ഒക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഹെൽത്തി ഓപ്ഷനാണ്. നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും അതുവഴി പ്രമേഹത്തിനെ നിയന്ത്രിക്കാനും, അതോടൊപ്പം തന്നെ ഒരു നാച്ചുറൽ സ്വീറ്റ്നർ ആയതുകൊണ്ട് തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വലിയ രീതിയിൽ ബാധിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്നറായിട്ട് നമുക്ക് ഈന്തപ്പഴത്തിനെ എടുക്കാം.
നമ്മൾ ഇത്രയും അധികം ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈന്തപ്പഴം ഈ ഒരു ഡയബറ്റിക് പേഷ്യൻസ് ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ കഴിക്കുകയാണ്, 2-3 എണ്ണം മാക്സിമം കഴിക്കുകയാണ്, ഒരു മീലായിട്ട് കൺസിഡർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഹെൽത്ത് ആസ്പെക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈന്തപ്പഴം ചെയ്യുന്നുണ്ട്. ഇപ്പം ഈന്തപ്പഴത്തിൽ ഇത് മാത്രമല്ല കേട്ടോ, നമുക്കിതിൽ ധാരാളം കാൽസ്യം, മാഗ്നീഷ്യം, പൊട്ടാസ്യം പോലെയുള്ള മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടാസ്യം ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, രക്തക്കുഴലിൻ്റെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസിനായിക്കോട്ടെ, നമുക്ക് ഡയബറ്റീസ് കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യാനും സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഒരു അമിതവണ്ണം കൂടി പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ അല്ലെങ്കിൽ ഡിസ്ലിപ്പിഡീമിയ പോലെയുള്ള കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ടും ഇതൊന്നും വന്നാൽ തന്നെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഈന്തപ്പഴം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഹാർട്ടിൻ്റെ ആരോഗ്യം, നമ്മുടെ രക്തക്കുഴലിൻ്റെ ആരോഗ്യം, അതുവഴി ഹാർട്ട് കംപ്ലയിൻറ്റ്സ്, സ്ട്രോക്ക് പോലെയുള്ള ബുദ്ധിമുട്ട് ഒക്കെ വരാതിരിക്കാനും അതുവഴി നമുക്ക് ഹാർട്ടിൻ്റെയും അതുപോലെ നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 1-2 എണ്ണം, ഇപ്പം നമുക്ക് എത്ര തിരക്കുള്ള ആൾക്കാരാണെങ്കിൽ 1-2 എണ്ണം കഴിച്ച് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു എനർജി കിട്ടുന്നുണ്ട്. കുറഞ്ഞ അളവിലുള്ള ഈന്തപ്പഴം നമ്മൾ കഴിച്ചാൽ പോലും നമുക്ക് എവിടെ പോവുകയാണെങ്കിലും നമുക്ക് ക്യാരി ചെയ്യാം. ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന, നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് ഇടയിലാണെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി വൈകിയാൽ കൂടി ആ ഒരു എനർജി സോഴ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊന്ന് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ആ ഒരു ഹൈപ്പോഗ്ലൈസീമിക് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ക്ഷീണമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു ഇടനേരത്തെ സ്നാക്കായിട്ട് നമുക്ക് ഈന്തപ്പഴം കഴിക്കാവുന്നതാണ്. ഈന്തപ്പഴത്തിൽ പ്രധാനമായിട്ട് 3 ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ കോശങ്ങളിൽ ഉണ്ടാകുന്ന ഡാമേജുകൾ ഓവർകം ചെയ്യാനും നമ്മുടെ സെല്ല് റിപ്പയർ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 3 ആൻറ്റി ഓക്സിഡൻസ് ആണുള്ളത്: ഫീലോലിനിക് ആസിഡ്, കരോട്ടിനോയിഡ്സ്, ഫ്ലേവനോയിഡ്സ്. ഇപ്പോൾ ഈ കരോട്ടിനോയിഡ്സ് നമുക്കറിയാം കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കുറച്ച് ഒരു ഏജിലെത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന കണ്ണിൻ്റെ കാഴ്ച, അല്ലെങ്കിൽ നമുക്ക് ഡയബറ്റീസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കുറച്ച് സന്ധ്യയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ട്, കണ്ണിന് മങ്ങൽ തുടങ്ങിയ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇന്ന് ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ സഹായിക്കും. ഇനി അതോടൊപ്പം തന്നെ ഫ്ലേവനോയിഡ്സുകളാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഉണ്ടാകുന്ന ക്യാൻസറിൻ്റെ തടയാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാഡികളുടെ സംരക്ഷണത്തിന് സഹായിക്കുന്ന ഒന്നാണ് ഫ്ലേവനോയിഡ്സ്. ഈ ന്യൂറോപ്പതിക്കായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രമേഹ രോഗികൾക്ക് തന്നെ ന്യൂറോപ്പതിക് ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ, അൾസിമേഴ്സ് ഡിസീസ്, ഡിമെൻഷ്യ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഒരു പ്രായത്തുമ്പോഴത്തേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ ഓവർകം ചെയ്യാനും ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് നിൽക്കുന്ന ഒന്നാണ് ഫ്ലേവനോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഒരു ഏജ്, ഒരു 40 വയസ്സാകുമ്പോൾ തന്നെ ഒരു 60 വയസ്സിൻ്റെ ഒരു പ്രായം തോന്നിക്കുന്ന രീതിയിൽ നമ്മുടെ ചർമ്മത്തിലും മുടിയിലൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഈ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ കഴിക്കുന്നതിൻ്റെ ഭാഗമല്ല, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈന്തപ്പഴം കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന തൂങ്ങൽ, വ്രിങ്കിൾസ് ഒക്കെ ഓവർകം ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മുടി പെട്ടെന്ന് കൊഴിയുന്നുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാം. മുടി പെട്ടെന്ന് നരയ്ക്കുന്ന പ്രശ്നമുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാം. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് കൂട്ടാൻ, പ്രമേഹ രോഗികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് അവർക്ക് ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അവർക്ക് ഗം ഡിസീസസ് ഒക്കെ പെട്ടെന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ കേസിലൊക്കെ പ്രമേഹ രോഗികളാണെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് ഇടവിട്ട് വരുന്നുണ്ട്. ഈ മൂത്രത്തിൽ പഴുപ്പ് ഇടവിട്ട് വരാനൊരു കാരണവും നമ്മുടെ ഇമ്മ്യൂണിറ്റിയും അവിടെ കുറവാണ്. അതോടൊപ്പം തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുതലാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷനായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ്. നമുക്ക് കാൽസ്യം അല്ലെങ്കിൽ അയണിൻ്റെ ഒക്കെ സപ്ലിമെൻറ്റ് ചെയ്യും. അതോടൊപ്പം നമ്മൾ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കറിയാം എല്ലിന്, പല്ലിനൊക്കെ ആരോഗ്യം തരും. അയൺ നമ്മുടെ ശരീരത്തിൽ ഓക്സിജനെ ക്യാരി ചെയ്ത് കൊണ്ടുപോയി ഓരോ കോശങ്ങളും ഓക്സിജൻ എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എലമെൻ്റാണ്. അപ്പം അയൺ എത്രത്തോളം കൂടുന്നോ അത്രയും അധികം നമ്മൾ ഹെൽത്തി ആയിരിക്കും, അത്രയും നമ്മൾ ഫ്രഷ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറച്ചും കൂടെ കൂട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈന്തപ്പഴത്തിനെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു പ്രമേഹ രോഗികൾക്ക് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ആർക്കും കഴിക്കാവുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു ദിവസം ഒരു 4-5 എണ്ണം കഴിച്ചാലും കുഴപ്പമില്ല. പിന്നെ ഒരു പ്രമേഹ രോഗികളെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന സമയത്താണ് നമ്മൾ 2-3 എണ്ണം മാക്സിമം പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ധാരാളം പൊട്ടാസ്യം, മഗ്നീഷ്യം ഒക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രമേഹ രോഗികളിലൊക്കെ രാത്രി കിടക്കുമ്പോൾ ഉണ്ടാകുന്ന മസിൽസിൽ ഉണ്ടാകുന്ന ക്രാംസ്, ഭയങ്കര ക്ഷീണം, മസിലുകൾക്ക് ഉണ്ടാകുന്ന വേദന, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് മാഗ്നീഷ്യം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും കാൽസ്യം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഈന്തപ്പഴം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും അധികം ഗുണങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത് മാറ്റി വെക്കേണ്ടതല്ല. നമ്മളൊരു പ്രമേഹ രോഗികൾ മാക്സിമം നിങ്ങൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പഞ്ചസാര അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കാർബ് കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് പകരം നമ്മൾ ഹെൽത്തി ഡയറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ ധാരാളമായിട്ട് പച്ചക്കറിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ ഈന്തപ്പഴം എന്നുള്ളത്.
പിന്നെ ഓരോരുത്തരും ഇപ്പം ഇത്രയും നാളും ഈന്തപ്പഴം ഒന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങളൊരു പ്രമേഹ രോഗിയാണെന്ന് ഈന്തപ്പഴം കഴിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫുഡ് പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ HbA1c ഒന്ന് മോണിറ്റർ ചെയ്യുക. ഒപ്പം നിങ്ങൾ ഡയബറ്റീസിൽ കാണിക്കുന്ന പേഷ്യൻസിൻ്റെ സമ്മതത്തോടു കൂടി മാത്രം പുതിയൊരു ഫുഡ് നിങ്ങളുടെ ഡയറ്റിലോട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ചിലപ്പം അത് ചില ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെ ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇനിയിപ്പം ഇതിൽ കുറച്ച് ഫൈബറൊക്കെ ഉള്ളത് കൊണ്ട് ചില ആൾക്കാർക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പോലത്തെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈന്തപ്പഴം ഒരു ചെറു ചൂടുവെള്ളത്തിൽ ഒരു 5-10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യുക. സോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ പുറം തൊലി ഇളകി പോരുന്ന കാണാം. ആ പുറം തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അത് സോഫ്റ്റ് ആവും. അത് നമുക്ക് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കത്തില്ല. പിന്നെ നമ്മൾ ഈന്തപ്പഴം തിരഞ്ഞെടുത്ത് വാങ്ങിക്കുന്ന സമയത്ത് മാക്സിമം നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ, നല്ല കറുപ്പ് നിറമുള്ള ഈന്തപ്പഴം എടുക്കുകയാണെങ്കിൽ അതിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറച്ചും കൂടി അധികമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ തൊലിയൊക്കെ ചുളിഞ്ഞിട്ടുള്ള ഈന്തപ്പഴം തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുക. കാരണം നല്ല മൂത്ത് പഴുത്തിട്ടുള്ള ഈന്തപ്പഴമായിരിക്കും കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ നല്ല രീതിയിൽ ചുളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഈന്തപ്പഴം മേടിച്ച് കഴിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി അധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് വരും. അപ്പോൾ കഴിക്കുമ്പോൾ പ്രമേഹ രോഗികൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളെ ക്വാണ്ടിറ്റിയിൽ എണ്ണ മാത്രം ഒന്ന് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഷുഗർ സിറപ്പിലൊന്ന് ഇട്ട് വെച്ചിട്ടുള്ള ഈന്തപ്പഴം മേടിച്ച് കഴിക്കാതിരിക്കുക. ബാക്കിയുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് ദിവസവും കഴിക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.